ശ്യാം, 9 മണിക്ക് നെടുമ്പാശ്ശേരിയിൽ ഭൗതികദേഹവും എത്തുമെന്നാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരം. അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? വിശദാംശങ്ങൾ എന്താണ്? മൃതദേഹം ഏറ്റുവാങ്ങാനായി ആരൊക്കെയാണ് അവിടെ ഉള്ളത്? മോത്തി 9:30 അന്തരിച്ച കോട്ടയം ജില്ലാ സെക്രട്ടറി എ വി റസലിൻ്റെ മൃതദേഹം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിൽ നിന്നും കൊച്ചിയിലേക്ക് എത്തിച്ചേരുക. 9:26 ഫ്ലൈറ്റ് ഇവിടെ എത്തിച്ചേരും. മൃതദേഹത്തിനൊപ്പം മന്ത്രി വി എൻ വാസവനുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ CPM-ൻ്റെ വിവിധ നേതാക്കന്മാർ ഇവിടെ ഈ മൃതദേഹത്തെ ഏറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ വിവിധ നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ എളമരം കരീമുണ്ട്. അങ്ങനെ എറണാകുളം ജില്ലാ സെക്രട്ടറി അടക്കമുള്ള വിവിധ നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ തന്നെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണ ഒരു പ്രാസംഗികനേക്കാളൊക്കെ അപ്പുറത്തേക്ക് ഒരു പ്രവൃത്തിയിലൂടെ തൻ്റെ കർമ്മമണ്ഡലത്തിൽ വലിയ ഒരു വേരോട്ടം നടത്തിയ ആൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ എ വി റസൽ എന്ന ഒരു തങ്ങളുടെ ജില്ലാ സെക്രട്ടറി, ജില്ലാ സെക്രട്ടറിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ വേണ്ടി CPM-ൻ്റെ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള നിരവധി ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അറിയാം, രാഷ്ട്രീയ മേഖലയിലടക്കം വിവിധങ്ങളായ ആളുകൾ ഇവിടെയുണ്ട്. ഇപ്പോൾ നമ്മുടെ ജെയ്ക് സി തോമസ് ഉണ്ട്. ഈ റസൽ എന്ന തങ്ങളൊക്കെ വളർന്നു വരുന്നൊരു കാലഘട്ടത്തിൽ കണ്ട ആളാണ്. അപ്പോൾ എങ്ങനെയാണ് അനുസ്മരിക്കുന്നത്? നമുക്കൊക്കെ വൈകാരികമായി വിശദീകരിക്കാനും ഒരു അനുസ്മരണം നടത്താനും ഒന്നും ഒരു മാനസികാവസ്ഥയിലല്ല. ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ സംഘടനാ പ്രവർത്തനത്തിൻ്റെ എല്ലാ നിലയിലും ഞങ്ങളെയൊക്കെ കൈപിടിച്ച് ആനയിച്ച നേതൃത്വത്തിൻ്റെ പ്രതീകമായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ ഓർമ്മിച്ചെടുത്ത് ഇപ്പോൾ പങ്കുവെക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ മാത്രമല്ല, ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എല്ലാവർക്കും വൈകാരികമായി സാധ്യമാവുന്നൊരു കാര്യമല്ല. തീർച്ചയായിട്ടും ഏറെ വൈകാരികതയോടുകൂടി തന്നെയാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള നിരവധിയായിട്ടുള്ള പാർട്ടി പ്രവർത്തകർ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനി 9:30 ഇവിടെ മൃതദേഹം എത്തിച്ചേരും. അതിനുശേഷം ഇവിടെ നിന്ന് തിരികെ കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കായിരിക്കും കൊണ്ടുപോകുക. എല്ലാവർക്കും ഒരുപാട് സ്മരണകൾ പങ്കുവയ്ക്കാനുണ്ട്. നല്ല ഓർമ്മകൾ യുവതലമുറയെ ഈ രംഗത്തേക്കൊക്കെ കൊണ്ടുവന്നതിൽ, അവർക്കൊരു നെടുന്തൂണായി ഒപ്പം നിന്നതിൽ, അങ്ങനെയൊക്കെ ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും പങ്കുവയ്ക്കാനുണ്ട്.